രാഹുലെ UDF കഴിഞ്ഞ കൊല്ലം വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചൊരു മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന TO മോഹനനും LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നപ്പള്ളി രാമചന്ദ്രനും NDA സ്ഥാനാർത്ഥിയായിട്ട് C രഘുനാഥുമാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇത്തവണ UDF വരുമോ അവിടെ കണ്ണൂര്? കണ്ണൂര് നമുക്കറിയാം, കണ്ണൂര് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനൊക്കെ കേട്ട് വളർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് കണ്ണൂരല്ല വിയൂരല്ല അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതായത് കോൺഗ്രസിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്കൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഇത്, കണ്ണൂരല്ല വിയൂരല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഘടന ഏറ്റവും കൂടുതലും ശക്തമായിരുന്നത്. കണ്ണൂര് നമ്മൾ എപ്പോഴും പറയുമ്പോൾ കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബോംബിന്റെയും വടിവാളിന്റെയും കത്തിക്കുത്തിന്റെയും ഒക്കെ ഒരു ചോര പുരണ്ട ഒരു രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും ചർച്ച ചെയ്തിരുന്നത്. കണ്ണൂരിലെ കൊലപാതകങ്ങളാണെങ്കിലും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ വിഷയങ്ങളാണെങ്കിലും ഇപ്പോൾ കണ്ണൂര് വളരെ ശാന്തമാണെങ്കിലും കണ്ണൂര് പൊട്ടാൻ നിൽക്കുന്ന ഒരു ബോംബ് പോലെയാണ്. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ട്രോളുകൾ വന്നതിന് ശേഷമാണ്, ഈ FFC പോലുള്ള ഇത് വന്നതിന് ശേഷമാണ് കണ്ണൂരിനെയൊക്കെ ബോംബോളികളുടെ നാട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലേക്ക് കണ്ണൂരിനെ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഭാഷയുണ്ട്, വടിവാളിന്റെ കീഴിലൂടെ വന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും വടിവാള്, ബോംബ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വരുന്നൊരു രാഷ്ട്രീയ സംഘടനയാണ്. ഇപ്പോൾ K സുധാകരൻ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു നേതാവാണ്, അധികായനായിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണെങ്കിലും ബോംബിനെ അതിജീവിച്ച് വന്ന നേതാവ് എന്നൊക്കെ, അതായത് അത്തരത്തിലുള്ള രീതിയിലാണ് അവിടെ ബോംബിനെയും വടിവാളിനെയും അക്രമ രാഷ്ട്രീയത്തെ എല്ലാം നേരിട്ട് വന്നിട്ടുള്ള ഒരു ശൈലിയാണ്. സ്വാഭാവികമായിട്ടും ഭയങ്കര ശക്തമായിട്ടുള്ള നിലപാടുകളായിരിക്കും ഇവർക്കെല്ലാം ഉള്ളത്. അപ്പോൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനും TO മോഹനനും പിന്നെ C രഘുനാഥനുമാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ സതീശൻ പാച്ചേനി അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ച മണ്ഡലമായിരുന്നു കണ്ണൂര് എന്ന് പറയുന്നത്. കണ്ണൂരിൽ നിന്ന് പാർട്ടിയുടെ കോട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവിടുത്തെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് K സുധാകരനാണ്. K സുധാകരന് വലിയൊരു ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന ഒരു മണ്ഡലമായിട്ട് കണ്ണൂര് മാറിയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കടന്നപ്പള്ളി രാമചന്ദ്രന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 60,313 വോട്ടുകളാണ്. സതീശൻ പാച്ചേനി പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 58,568 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും 12,000 വോട്ടിന്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇത്തവണ വലിയൊരു അട്ടിമറി വിജയം UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ തരംഗം ഏറ്റവും കൂടുതലും നിലനിൽക്കുന്നത് കണ്ണൂരാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ണൂർ കണ്ടതാണ്. കണ്ണൂർ പയ്യന്നൂരിലാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും 2 വിമത സ്ഥാനാർത്ഥികളാണുള്ളത്. അത് രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 2 നേതാക്കന്മാർ. ഒന്ന് തളിപ്പറമ്പിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാത്രമല്ല, അവിടുത്തെ പാർട്ടി സെക്രട്ടറി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു. അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു. TK ഗോവിന്ദൻ അവിടുന്ന് അതായത് അദ്ദേഹം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പാർട്ടി വിട്ട് വരുന്നൊരു സാഹചര്യം. UDF അവിടെ പിന്തുണ കൊടുക്കുന്നു. പയ്യന്നൂരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയും സ്ഥിതി മോശമൊന്നുമല്ല. അവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായിട്ട് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ വന്നിട്ട് രക്തസാക്ഷി കുടുംബം ഞങ്ങളോടൊപ്പമാണ്, ഇനി ആർക്കാടാ ചോദിക്കാനുള്ളത് എന്നുള്ള രീതിയിൽ വലിയ വിവാദങ്ങൾ നടത്തുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് UDF ഒരു പിന്തുണ നൽകുന്നു. UDFനെ സംബന്ധിച്ചറിയാം, UDFന് അവിടെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള മണ്ഡലങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ പല സർവേയിലും പയ്യന്നൂർ പോലുള്ള മണ്ഡലങ്ങൾ തിരിച്ച് LDFന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സാധ്യത ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചരിത്രമായിട്ട് മാറുന്നൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പരിപാടിയുടെ അന്ന് അവിടെ തന്നെ പയ്യന്നൂരുള്ള പല ആളുകളും വന്ന് NGO അസോസിയേഷൻ, പഴയകാല സഖാക്കൾ, അവർ വന്നിട്ട് പറഞ്ഞത് ഈ പാർട്ടി അവരുടെ ആശയങ്ങൾ മറന്നു, രക്തസാക്ഷിയുടെ ഫണ്ട് പോലും തട്ടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പാർട്ടി മാറി എന്നുള്ള ആക്ഷേപം, വലിയ ഇതുള്ള ആക്ഷേപം. അതിന് അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം നേതാക്കളെ അണികൾ തിരുത്തണമെന്നൊരു പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം ഒരു റിബലായിട്ട് അവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ
വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഖാക്കന്മാർ ചെല്ലുന്നത്, വീടിൻ്റെ മുന്നിൽ പടക്കം പൊട്ടിച്ചിട്ട് ഇനി പടക്കമായിരിക്കത്തില്ല ബോംബായിരിക്കും പൊട്ടിക്കാൻ പോകുന്നതെന്ന് വെല്ലുവിളിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ. സ്വാഭാവികമായിട്ട് അവിടെ നിറയെ പോലീസാണ്. അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തൊട്ട് വലിയ ഫ്ലക്സുകളാണ് എതിർ സ്ഥാനാർത്ഥിയുടെ. അപ്പോൾ വലിയ വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ, കണ്ണൂരിൽ 2000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ സതീശൻ പാച്ചേനി വിജയിക്കുന്നത്. സതീശൻ പാച്ചേനി എന്ന് പറയുന്നത് അവിടുത്തെ UDF-ന്റെ കരുത്തുറ്റ നേതാവായിരുന്നു. നമ്മൾ പറയുന്ന പോലെ K. സുധാകരൻ്റെ ഏറ്റവും വലിയ അനുയായി ആയിരുന്നു. അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് DCC ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ സംഭാവനകൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ TO മോഹനാണ് ഇപ്പോൾ അവിടെ മത്സരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു അട്ടിമറിയാണ് UDF വിചാരിക്കുന്നത്. ഇപ്പോൾ ധർമ്മടത്താണെങ്കിൽ പോലും അബ്ദുൾ റഷീദ് VP ആണ് മത്സരിക്കുന്നത്. അപ്പോൾ വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതായത് പിണറായി വിരുദ്ധത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കണ്ണൂർ വലിയ രീതിയിൽ, കണ്ണൂർ കുറേ ജയരാജന്മാരുണ്ടായിരുന്നു, പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ജയരാജന്മാർ, അവരെല്ലാം ഇല്ലാതായിപ്പോയി. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റമുഖമായി മാത്രം കണ്ണൂർ മാറുമ്പോൾ, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ കണ്ണൂരിൽ വികസനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും വലിയ കോട്ടയായിട്ട് കണ്ണൂർ വികസനങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം കണ്ണൂർ UDF തൂക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. സർവേകളൊക്കെ പ്രവചിക്കുന്നത് വലിയൊരു അട്ടിമറി വിജയമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും LDF വലിയ പ്രതീക്ഷയിലാണ് ആ മണ്ഡലത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്ന് അദ്ദേഹത്തിനെ കാണാം, വളരെ രസമാണ്. വളരെ വയസ്സായി, മുടിയെല്ലാം നരച്ച്, താടിയെല്ലാം നരച്ച്. ഇപ്പൊ പറയുകയാണെങ്കിൽ ആട് സിനിമയിൽ, ആട് 2-ലുള്ള അതിലെ ശശി, അതായത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ, സഖാവ്. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ അത് മണിയാശാനെ പറ്റിയാണ് കുറെയെങ്കിലും കാണിക്കുന്നെങ്കിലും ഇപ്പോൾ ചിലതിൽ അദ്ദേഹത്തിന് ഇത്രയും വലിയ മീശയും, അതായത് മീശയ്ക്കകത്ത് വലിയ വെള്ള മീശയും വെള്ള താടിയും, അപ്പോൾ വെള്ള മുടിയും, അങ്ങനെയുള്ള ഒരാളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും. അതേപോലെ തന്നെ ഇതെല്ലാം വലിയൊരു ഫാക്ടറായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ UDF-ന് വലിയ പ്രതീക്ഷയാണ് കണ്ണൂരിൽ നൽകുന്നത്. അവിടെ കഴിഞ്ഞ തവണ BJP പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 10,581 വോട്ടുകളാണ്. BJPക്ക് അധികം വോട്ട് ബാങ്കുകൾ ഇല്ലാത്തൊരു സ്ഥലമാണ് കണ്ണൂർ. പക്ഷേ വലിയ രീതിയിലുള്ള മാറ്റം കണ്ണൂർ BJP-യിൽ ഉണ്ടാകുന്നുണ്ട്. അതും സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് അവിടെ കൂടുതൽ സാധ്യത പറയുന്നത്.